മതങ്ങളെയും വിശ്വാസങ്ങളെയും അവയുടെ ആചാരാനുഷ്ഠാനങ്ങളെയും വിമർശിക്കുന്ന നിരവധി സംഘങ്ങൾ, വ്യക്തികളും ഇന്ന് കേരളത്തിൽ സജീവമാണ്. അവരിൽ പലരും വാസ്തവത്തിൽ സത്യാന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഈ പ്രവൃത്തി ചെയ്യുന്നതെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ചില നിശ്ചിത മതങ്ങളെ തിരഞ്ഞുപിടിച്ച് അവരെ സാമൂഹ്യമായി ഒറ്റപ്പെടുത്താനുള്ള ഗൂഢാലോചന കൂടി ഇതിൻ്റെ പുറകിലില്ലേ എന്ന് സംശയിക്കത്തക്ക രീതിയിലാണ് അവരിൽ പലരുടെയും പല അഭിപ്രായ പ്രകടനങ്ങളും കണ്ടുവരുന്നത്. ചില ഉദാഹരണങ്ങളിൽ നിന്ന് നമുക്ക് അവരുടെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് ഉള്ള സംശയം എന്തുകൊണ്ടാണെന്നുള്ളതിന് വ്യക്തത വരും. അതായത് അവർ വ്യക്തമായ സത്യാന്വേഷണത്തിൻ്റെ ഭാഗമായി യുക്തിവാദ പ്രവർത്തകരും റാഷണലിസ്റ്റുകളും ഇന്ത്യക്ക് പുതുമയല്ല. ഇന്ത്യയുടെ ആരംഭം തന്നെ ചരിത്രാതീത കാലം മുതൽക്ക് ഇന്ത്യയുടെ ചരിത്രം ആരംഭിക്കുന്നത് തന്നെ ചാർവാകനിൽ നിന്നൊക്കെയാണ്. അവരെല്ലാം യുക്തിചിന്തയുടെ വക്താക്കളായിരുന്നു. ചാർവാകനിസം, അത് കഴിഞ്ഞ് ബുദ്ധിസം, ജൈനിസം, അതുവരേക്കും ഇന്ത്യ യുക്തിബോധത്തിൻ്റെ ഒരു ഭൂമികയായിട്ടാണ് കണ്ടുവന്നിരുന്നത്. പിന്നീടാണ് മതങ്ങളുടെ വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും അവയെ ഓവർ പവർ ചെയ്തു എന്ന് കാണാൻ ചരിത്രം പറയുന്നത്. അപ്പോൾ യുക്തിബോധമോ യുക്തി സംബന്ധമായ അഭിപ്രായ പ്രകടനങ്ങളോ ഇന്ത്യക്കോ കേരളത്തിനോ പുതുമയുള്ള കാര്യങ്ങളല്ല എന്ന് പറയുവാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. നമുക്കറിയാം, യൂറോപ്പിൻ്റെ പുരോഗതി യുക്തിബോധത്തോടു കൂടിയാണ് ആരംഭം കുറിച്ചത് എന്ന് കാണാം. അതുതന്നെയാണ് ഇപ്പം നമ്മുടെ തൊട്ട അയൽപക്കത്തെ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഈവേര പെരിയാർ നടത്തിയ വിപ്ലവകരമായ യുക്തി പ്രഭാഷണങ്ങൾ ആ സമൂഹത്തെ മാറ്റിമറിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കേരളത്തിലും ശ്രീ ജോസഫ് മുണ്ടശ്ശേരി, ഇടമറുക്, കോവൂർ, ഇത്തരം ആളുകൾ പലതരത്തിൽ അവരുടെ ജീവിതകാലം മുഴുവൻ യുക്തിബോധത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരുന്നു എന്ന് കാണാം. അവരിൽ നിന്നൊന്നുമില്ലാത്ത തരം ഒരാക്ഷേപസ്വരത്തിലുള്ള വിമർശനങ്ങളാണ് ഇന്നത്തെ ഇതേ തൊഴിൽ ഇടപെട്ടിട്ടുള്ള യുക്തിവാദികളെന്ന് അവകാശപ്പെടുന്നവരിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിലൊരു ഉദാഹരണം നമ്മൾ ആരംഭിക്കാം. അതായത് മതങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് ചില ഇരട്ടത്താപ്പുകളും ഉണ്ടെന്ന് പറയാതെ വയ്യ. ചില പ്രത്യേക മതങ്ങളെ അവർക്ക് പ്രത്യേകം താല്പര്യമാണ് വിമർശിക്കുന്നതിന്. എന്നാൽ ആ മതങ്ങളുടെ മൗലിക തത്വങ്ങളുടെ ABCD പോലും ഇവർക്കറിയില്ല എന്നത് അവരുടെ തന്നെ അഭിപ്രായങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ബുദ്ധമതത്തിൽ നിന്ന് കടം കൊണ്ടതാണ് ഹിന്ദുക്കളുടെ ശരണം ഒരു ഉദാഹരണം മാത്രം പറയാണ് എന്നൊരു വാദമുണ്ട്. മുസ്ലിങ്ങളുടെ ബാങ്ക് വിളിയും നമസ്കാരത്തിന് മുമ്പുള്ള അംഗശുദ്ധി വരുത്തലും എല്ലാം യൂതന്മാരിൽ നിന്ന് കടം കൊണ്ടതാണെന്നൊരു വാദമുണ്ട്. ഖുർആനിൻ്റെ പല കഥകളും ബൈബിളിൽ നിന്ന് കടം കൊണ്ടതോ കോപ്പിയടിച്ചതോ ആണെന്ന ഒരു വാദവും പറയുന്നുണ്ട്. എല്ലാം യുക്തിവാദികളുടെ വാദങ്ങളാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് വെറുതെ ഒന്ന് നോക്കാം. അതായത് മതങ്ങൾ അവിടെ നിൽക്കട്ടെ, ഓരോ നാഗരികതകളും ബാബിലോണിയൻ, റോമൻ, ഗ്രീക്ക്, സിന്ധു, സൈന്ധവ നാഗരികതകൾ ഏതുമാകട്ടെ, ഒന്നും തന്നെ സ്വയം പര്യാപ്തമല്ല എന്ന് കാണാം. കാലാന്തരത്തിൽ കൊടുത്തും വാങ്ങിയും എടുത്തും കൊടുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിക്കലർന്നുമാണ് നാഗരികതകൾ അവയുടെ ഇന്നത്തെ രൂപത്തിൽ എത്തി നിൽക്കുന്നതെന്ന് കാണാം. ഈ നാഗരികതകളാണ് നമ്മുടെ മാനവ സംസ്കാരത്തിൻ്റെ അടിക്കല്ലുകളും. അതായത് തനതായ ഒരു വഴിയിലൂടെ പെട്ടെന്ന് പൊട്ടിമുളച്ച രീതിയിലുള്ള ഒരു സംസ്കാരവും ഒരു നാഗരികതയും ഭൂമുഖത്തുണ്ടായിട്ടില്ല എന്നർത്ഥം. ഇവിടെ ഇസ്ലാമിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ചില കാര്യങ്ങൾ കൂടി പറയട്ടെ. ഇസ്ലാം അതിൻ്റെ വിമർശകർ കരുതുന്നത് പോലെ 1400 കൊല്ലം മുമ്പ് മുഹമ്മദ് നബി രൂപം കൊടുത്ത ഒരു പ്രത്യയശാസ്ത്രമല്ല. ആദ്യത്തെ അബദ്ധം അതാണ് അവരങ്ങനെയാണ് പലപ്പോഴും അതിനെപ്പറ്റി പറയുന്നതും മനസ്സിലാക്കിയിട്ടുള്ളതും എന്ന് തോന്നുന്നു. വാസ്തവത്തിൽ ഇസ്ലാം അതിനു മുമ്പ് വന്ന സമസ്ത പരിഷ്കരണ പ്രസ്ഥാനങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് ആരംഭിക്കുന്നത് എന്നാണ് അതിൻ്റെ വാദം. അതായത്
ഇസ്ലാമിന് മുമ്പ് വന്ന 1,24,000 പരിഷ്കരണ ശ്രമങ്ങളെ, പ്രവാചക ദൗത്യങ്ങളെ മുഴുവൻ ഇസ്ലാം ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിൻ്റെ തുടക്കം. ആ നിലക്ക് ഇസ്ലാമിന് മുമ്പുള്ള സംസ്കൃതികളുടെ സമാനതകൾ ഇസ്ലാമിൽ കണ്ടുപോയാൽ അത് ഇസ്ലാം മോഷ്ടിച്ചെടുത്തതോ കോപ്പിയടിച്ചതോ എന്ന് പറയാൻ എങ്ങനെ സാധിക്കും? സാധ്യമല്ല. അങ്ങനെയാണ് ഇസ്ലാം ക്രിസ്ത്യാനിറ്റിയും ജൂതായിസത്തിൽ നിന്ന് കോപ്പിയടിച്ചു, ബുദ്ധമതം ചാർവാകനിസത്തിൽ നിന്ന് കോപ്പിയടിച്ചു, ഹിന്ദുമതം ബുദ്ധമതത്തിൽ നിന്ന് കോപ്പിയടിച്ചു. ഇതൊക്കെയാണ് ഇവരുടെ വാദം. സത്യത്തിൽ ഇവർക്ക് ഈ പറയപ്പെടുന്ന ഒരു പ്രസ്ഥാനത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും യാതൊരു ബോധവുമില്ല എന്നതിൻ്റെ പല പ്രത്യക്ഷത്തിലുള്ള പ്രഖ്യാപനമാണ് അവരുടെ ഈ അഭിപ്രായങ്ങൾ. കാരണം ഇസ്ലാം മതം ഒരിക്കൽ പോലും പറയുന്നില്ല പെട്ടെന്ന് 1400 കൊല്ലം മുമ്പ് മുഹമ്മദ് നബിയാൽ പൊട്ടിമുളച്ചുണ്ടായതാണിതെന്ന്. ആദിമ മനുഷ്യൻ എന്നതിന് ആദം എന്നാണ് ഇസ്ലാമിൻ്റെ വിവക്ഷ. ആദിമ മനുഷ്യൻ്റെ കാലം തൊട്ട് ഇങ്ങോട്ട് ഇന്നേ വരെ ഓരോ കാലഘട്ടത്തിലും ഓരോ സമൂഹങ്ങളിലും പരിഷ്കരണ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്, ദൗത്യങ്ങൾ നടന്നിട്ടുണ്ട്, പ്രവാചക ദൗത്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവയുടെ മുഴുവൻ പരിസമാപ്തിയും അവയുടെ മുഴുവൻ ഉൾക്കൊള്ളലുമാണ് ഇസ്ലാം എന്നാണ് ഇസ്ലാമിൻ്റെ തത്വം, അടിസ്ഥാനപരമായ തത്വം. ആ നിലക്ക് ഇസ്ലാമിന് മുമ്പ് വന്ന ക്രിസ്ത്യാനിറ്റിയുടെയോ ജൂതായിസത്തിൻ്റെയോ ഈവൻ ഹിന്ദുയിസത്തിൻ്റെയോ ബൗദ്ധ ചിന്തകളുടെയോ സ്വാധീനം സാമ്യതകൾ ഇസ്ലാമിൽ കണ്ടുപോയാൽ അതെങ്ങനെ കുറ്റമാവും? വാസ്തവത്തിൽ മുൻ വേദങ്ങളെ മുഴുവൻ ഇസ്ലാം ഉൾക്കൊള്ളുന്നു, ഈ വേദഗ്രന്ഥം ഉൾക്കൊള്ളുന്നു എന്ന് പറയുമ്പോൾ മുൻ വേദങ്ങളിലെ ശരികളെ മുഴുവൻ അത് ഉൾക്കൊള്ളുന്നു എന്നാണത്. മുൻ വേദങ്ങളിൽ കടത്തിക്കൂട്ടിയ തിരുത്തിക്കുറിച്ച കാര്യങ്ങൾ അതേപടി കോപ്പിയടിക്കുന്നു, പിന്തുടരുന്നു എന്ന് ഖുർആൻ പറയുന്നില്ല, അവകാശപ്പെടുന്നില്ല. അതേസമയത്ത് മുൻ വേദങ്ങളുടെ നന്മകളെ, ഈശ്വര സങ്കല്പങ്ങളുടെ ശരിയായ രൂപങ്ങളെ ഖുർആൻ അതേപടി ഉൾക്കൊള്ളുന്നു എന്നാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം. അങ്ങനെ വിശ്വസിക്കാൻ മുസ്ലിങ്ങൾ ബാധ്യസ്ഥരുമാണ്. അതായത് ഇസ്ലാമിന് മുമ്പ് വന്ന മികച്ച ദൈവിക സങ്കല്പങ്ങളെ മുഴുവൻ ഇസ്ലാം ആവഹിച്ചിട്ടാണ് ഇസ്ലാം ഉണ്ടാകുന്നത്. ഈ നിലക്ക് മുസ്ലിങ്ങളുടെ ഒരു അനുഷ്ഠാനത്തിന് ജൂതരുടേതിനോട് സാമ്യത തോന്നിയാൽ അത് ജൂതരുടെ അനുഷ്ഠാനം മുസ്ലിങ്ങൾ കട്ടെടുത്തു എന്നാണ് അർത്ഥം. അതേപോലെ തന്നെയാണ് ബൗദ്ധ ജൈന ചാർവാക ചിന്തകളുടെ സ്വാധീനം പുരാതന സനാതന മതമായ ഹിന്ദു മതത്തിൽ കണ്ടാൽ, പ്രതിഫലിച്ചാൽ അത് അവരിൽ നിന്ന് മോഷ്ടിച്ചെടുത്തു എന്നതല്ല. അന്ന് ചാർവാകിസം കൊണ്ടു നടന്ന ആളുകൾ തന്നെയാണ് പിന്നീട് ബൗദ്ധരാകുന്നത്, അവർ തന്നെയാണ് പിന്നീട് ജൈനരാകുന്നത്, അവർ തന്നെയാണ് പിന്നീട് ഹൈന്ദവരാകുന്നത്, അവർ തന്നെയാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മറ്റുള്ളവരുമായി തീരുന്നത്. ഇത് ഒരേ സ്രോതസ്സിൽ നിന്ന് വരുന്നവരാണ്. ഓരോ കാലഘട്ടത്തിൽ ഓരോ പ്രദേശങ്ങളിൽ അവർ ഓരോ തരത്തിലായി അറിയപ്പെടുകയും ജീവിതം മുന്നോട്ട് നയിക്കുകയും ചെയ്തു എന്നേ ഇതിനർത്ഥമുള്ളൂ. ഇതിനർത്ഥം ഒന്ന് മറ്റതിനേക്കാൾ മോശമായതോ ഒന്ന് മറ്റതിനേക്കാൾ മികച്ചതോ ആണെന്ന വിലയിരുത്തലിനല്ല ഇവിടെ മുതിരുന്നത്. അതായത് ചരിത്രത്തിൻ്റെ നാൾ വഴികൾ മനസ്സിലാക്കിയ ഏതൊരാൾക്കും ഭൂമിയിലുള്ള യാതൊന്നും സമാനതകളില്ല എന്ന് പറയാനാവില്ല. അതേസമയം ഭൂമിയിൽ നമ്മുടെ യൂണിക് സൃഷ്ടികളാണ് മനുഷ്യൻ എന്ന് പറയുമ്പോഴും നിരവധി കാര്യങ്ങൾ മനുഷ്യർക്ക് മറ്റുള്ളവരുമായി പങ്കുവെക്കാനുണ്ട്. ചിലത് അവർക്ക് മാത്രം ചെയ്യാനുള്ളതാണ്, ചിലത് അവർക്ക് പങ്കുവെക്കാനുള്ളതാണ്. ആ നിലക്കാണ് ദൈവവിശ്വാസങ്ങളും ആത്മീയത, രാഷ്ട്രീയം, നിരവധി കാര്യങ്ങളിൽ മനുഷ്യൻ പങ്കുവെക്കലിന് ബാധ്യസ്ഥരാണ്. അങ്ങനെ പങ്കുവെക്കപ്പെടുമ്പോൾ അവരുടെ കയ്യിലുള്ളത് ഇവരുടെ കയ്യിലും കണ്ടുകൂടായില്ലല്ലോ. അതേസമയത്ത് മനുഷ്യന് പങ്കുവെച്ച് കൂടാത്ത ചില കാര്യങ്ങളുമുണ്ട്. തീർച്ചയായും അവരുടെ തനിമ അവരവർക്കുള്ളതാണ്, അതിൽ കലർപ്പുണ്ടായിരിക്കില്ല. അത് നമുക്ക് ഒരു സംസ്കാരം, ഒരു നാഗരികത, ഒരു സാമൂഹ്യ രീതി, സാമൂഹ്യ ക്രമം, വിശ്വാസ രീതി, ഇതെല്ലാം മറ്റു സമൂഹങ്ങളുമായി, മറ്റു വ്യക്തികളുമായി, മറ്റു കാലഘട്ടങ്ങളുമായി പങ്കുവെച്ച് അതിലൂടെ വളർന്ന് വന്നിട്ടുള്ളവയാണെന്ന് കാണാം. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ചെയ്തികളെ മറ്റൊരു മനുഷ്യൻ്റെ ചെയ്തിയിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത് എന്താണ്? ഒരിക്കലും അതൊരു അവൻ്റെ വിശ്വാസങ്ങളോ മറ്റു കാര്യങ്ങളോ അല്ല. ചില നന്മകളിലൂടെ മനുഷ്യന് വ്യത്യസ്തപ്പെടാനാവും. അതുതന്നെ നന്മ ഒന്നേ ഉള്ളൂ. തിന്മകളിൽ നിന്ന് നന്മയെ നമ്മൾ വേർതിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അങ്ങനെ വരുമ്പോൾ നന്മ കൊണ്ട് തിന്മയിൽ നിന്ന് വ്യത്യസ്തരാവുക എന്നല്ലാതെ മുസ്ലിങ്ങളിൽ നിന്ന് ഹിന്ദു വ്യത്യസ്തനാവുക, ഹിന്ദുക്കളിൽ നിന്ന് ക്രിസ്ത്യാനി വ്യത്യസ്തനാവുക, ക്രിസ്ത്യാനിയും മുസ്ലിമും അല്ലാത്തവനായിരിക്കണം ജൂതൻ എന്ന യുക്തിവാദികളുടെ ഈ
താല്പര്യം ഏതായാലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അന്യമാണ്. വിശ്വാസികൾക്ക് അങ്ങനെ ഒരു വിശ്വാസമില്ല. അവർ ഒരിക്കലും അവരനെ പോലെ ആകരുത് എന്ന് കരുതിയല്ല ചില കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നത്. ഏറ്റവും ശ്രേഷ്ഠമായതും ദൈവത്തിന് തൃപ്തികരമായതും ഇന്ന പ്രവൃത്തിയാണെന്ന് കരുതിയാണ് വിശ്വാസി ഒരു പ്രവൃത്തിയിൽ മുഴുകുന്നത്, ഒരു അനുഷ്ഠാനം നടത്തിക്കൊണ്ടു പോകുന്നത്, ഒരാചാരം കൊണ്ടു നടക്കുന്നത്. അതല്ലാതെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാവുക എന്നത് തിന്മയുടെ കാര്യത്തിൽ മാത്രമായിരിക്കണം. തിന്മയുടെ കാര്യത്തിൽ നന്മയുടെ വക്താക്കൾ വ്യത്യസ്തരായിരിക്കണം. അതൊരു നിർബന്ധമാണ്. സത്യം പറഞ്ഞാൽ ഇസ്ലാമിൽ അങ്ങനെ ഒരു പോയിന്റും ഉണ്ട്. അവരിൽ നിന്ന് അവരെ പോലെ ആകരുത്. എവരെ പോലെ? തിന്മ ചെയ്യുന്നവരെ പോലെ ആകരുത്, അവിശ്വാസികളെ പോലെ ആകരുത്. സത്യത്തിൽ വിശ്വസിക്കുന്നവനും സത്യത്തിൽ അവിശ്വസിക്കുന്നവനും സമമാവുകയില്ലല്ലോ. ഇതൊക്കെ സത്യത്തിൽ വിശ്വസിക്കാത്ത ഒരാൾക്ക് തോന്നാൻ ഇത് എന്നെപ്പറ്റി പറയുന്നതാണെന്ന് തോന്നിയാൽ അത് അവരുടെ കുറ്റം. നമുക്കതിലൊന്നും ഉത്തരവാദിത്തമില്ല. അതായത് ദുർമാർഗികളും സന്മാർഗികളും സമമാവുമോ എന്ന് ചോദിച്ചാൽ കുറേ പേര് നമ്മളോട് കോപിക്കാൻ വരേണ്ട കാര്യമില്ല. കാരണം ദുർമാർഗികളാണെന്ന് അവർ സ്വയം പ്രഖ്യാപിക്കുന്നത് പോലെയാണ് അതിൻ്റെ അർത്ഥം സാധാരണക്കാരൻ മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സംഭാഷണം പ്രധാനമായും യുക്തിവാദികളുടെ ഒരു മറുപടി എന്ന നിലക്കായിട്ട് കണക്കാക്കണം. അതായത് മതങ്ങൾക്കിടയിലെ സമാനതകൾ അതൊരിക്കലും ഒരു മതം മറ്റേ മതത്തിൽ നിന്ന് കടം കൊണ്ടതോ കട്ടെടുത്തതോ കോപ്പി അടിച്ചതോ അല്ല എന്ന് ദയവായി നിങ്ങൾ മനസ്സിലാക്കണം. യുക്തിവാദികൾ എന്ന് അവകാശപ്പെടുന്നവർ, യുക്തിവാദികളല്ലാത്ത ആർക്കും സാധ്യമല്ല. ഭൂമിയിൽ ജീവിതം സാധ്യമല്ല. യുക്തിരാഹിത്യത്തിന് ഇടമില്ല ഭൂമിയിൽ എന്നിരിക്കെ എല്ലാവരും യുക്തിവാദികൾ തന്നെയാണ്. പക്ഷേ യുക്തിവാദികൾ എന്ന് അവകാശപ്പെട്ട് തികഞ്ഞ അയുക്തികത പറയുന്നവരോടാണ് നാം സംസാരിക്കുന്നത്. അതുകൊണ്ട് മതങ്ങളെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് ആ മതങ്ങളെക്കുറിച്ചൊരു മിനിമം നോളജ് സ്റ്റഡി അറിവുണ്ടാക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു വിഷയത്തെക്കുറിച്ച്, അത് ഏത് വിഷയത്തെക്കുറിച്ചും അത് തന്നെയാണ് അതിൻ്റെ അവസ്ഥ. രാഷ്ട്രീയം അറിയണമെങ്കിൽ രാഷ്ട്രീയം അറിയണം, മതം പറയണമെങ്കിൽ മതം അറിയണം. ഇത് ഞാനിരുന്ന് ഈ പറയുന്ന കാര്യം ഒരിക്കലും മതപ്രഭാഷണമല്ല. കാരണം ഞാൻ മതപണ്ഡിതനല്ല, താത്വിക ചിന്തയല്ല ഇത്. ഞാൻ തത്വജ്ഞാനിയുമല്ല. പക്ഷേ ഈ നാട്ടിൽ ഈ പറഞ്ഞ മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും തത്വജ്ഞാനത്തിൻ്റെയും മറ്റ് നല്ലതും ചീത്തയുമായ എല്ലാ വിഷയങ്ങളുടെയും ഗുണഭോക്താവാണ് ഞാൻ എന്ന നിലക്ക് എനിക്കിതിനെക്കുറിച്ച് എൻ്റേതായ ഒരു അഭിപ്രായം രൂപീകരിക്കാനും അത് പ്രകടിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഈ രാഷ്ട്രം എനിക്ക് അനുവദിച്ചു തരുന്നതിൻ്റെ പേരിലാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാതെ ഇതിലെ ഏതെങ്കിലും ഒരു കാര്യം പറയാനുള്ള അതോറിറ്റി എനിക്കില്ല എന്ന് ഞാൻ തുറന്നു പറയുന്നു. പറയേണ്ട കാര്യമില്ല, തന്നെത്താൻ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അവസാനമായി ഉപസംഹാരം എന്ന നിലക്ക് ഇത്രയും കൂടി പറഞ്ഞുകൊള്ളട്ടെ. ഒരു ഗോത്രവും ഒരു വംശവും ഒരു സംസ്കാരവും ഒരു നാഗരികതയും ഒരു ഭാഷയും ഒരു മതവും ഒരു ജാതിയും സംശുദ്ധമല്ല, കലർപ്പില്ലാത്തതല്ല. എല്ലാം അതിനു മുമ്പുള്ള അതേ ഇനത്തിൽപ്പെട്ടതും വ്യത്യസ്തമായതുമായ കാര്യങ്ങളുടെ കലർപ്പാണ്, സങ്കലനമാണ്, സംഘാതമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഒരു സംസ്കാരത്തിൻ്റെയും പ്യൂരിഫിക്കേഷൻ ആരും അവകാശപ്പെടരുത്. എല്ലാ സംസ്കാരങ്ങളും എല്ലാ ഗോത്രചിന്തകളും എല്ലാ മനുഷ്യരുമായി ബന്ധപ്പെട്ട സർവ്വ കാര്യങ്ങളിലും ഈ സങ്കലനം നടന്നിട്ടുണ്ട്, മിശ്രണം നടന്നിട്ടുണ്ട്, പരിണാമങ്ങൾ സംഭവിച്ചിട്ടുമുണ്ട്. പരിണാമ സിദ്ധാന്തത്തെ നമ്മൾ മറ്റൊരു തരത്തിൽ അംഗീകരിക്കലാവേണ്ട ഇത് ഏതായാലും. അപ്പോൾ ഒരാളും വംശശുദ്ധി, ഭാഷാശുദ്ധി, സാംസ്കാരിക വിശുദ്ധി എന്നൊന്നും അവകാശവാദം ഉന്നയിക്കാൻ തക്ക രീതിയിൽ ആർക്കും തന്നെ അത്ര യൂണിക്നെസ് അവകാശപ്പെടാനാവില്ല. എല്ലാം മിശ്രിതങ്ങളാണ്. അത് പ്രകൃതിയുടെ രീതിയാണത്. പ്രകൃതിയിൽ മിശ്രിതങ്ങളല്ലാതെ കാണാവുന്ന ഒറ്റ വസ്തു, വിഭജിക്കാനോ കൂട്ടിച്ചേർക്കാനോ കഴിയാത്ത ഒറ്റ വസ്തു ഖുർആന്റെ ഭാഷയിൽ അള്ളാഹു മാത്രമാണ്. ഏകത്വം, സമ്പൂർണ്ണ ഏകത്വം അവകാശപ്പെടാവുന്ന ഒറ്റ വസ്തു. മറ്റുള്ള സകലമാന സൃഷ്ടിപ്പുകൾക്കും കൂടിക്കലരലിൻ്റെ സ്വഭാവം കാണും, മിശ്രിതങ്ങളാണ്. അതായത് ഒന്നിനൊന്ന് ചേർന്നതിൻ്റെ ഫലമായിട്ടുണ്ടായ മൂന്നാമതൊന്നാണ് എല്ലാം. അല്ലാതെ ഏകത്വം ദൈവത്തിന് മാത്രമേ അവകാശപ്പെടാൻ പറ്റൂ എന്നാണ് ഖുർആൻ പറയുന്നത്. അതിനെ വിഭജിക്കാനോ അതിലേക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ സാധ്യമല്ലാത്ത വിധം ഏകകമാണത്. ഇതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പ്രഭാഷണം അവസാനിപ്പിക്കാം. നമസ്കാരം.